ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിക്കീസ് വേൾഡ്. ഇന്ന് നമ്മൾ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ബ്രെഡും ചിക്കനും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതുപോലെ ബ്രെഡ് സൈഡിലത്തെ ഡാർക്ക് കളറൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്ത മിക്സിയുടെ ജാർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിച്ച് കീറി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 10 ബോൺലെസ് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് എടുത്തിട്ടുണ്ട്. നന്നിട്ട് ഒട്ടിയൊന്നും പിടിക്കുന്നില്ല, നല്ല പാകത്തിനാണ് ആയി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഉരുട്ടി ചെറുതായിട്ട് ഒരു നീളത്തിൽ ആക്കിയെടുക്കാം. ഇതുപോലെ കുറച്ചൊന്ന് നീളത്തിൽ റോള് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഈ ഷേപ്പിലൊന്ന് പരത്തി എടുക്കാം. നമ്മൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മിശ്രിതം കൂടി നമുക്ക് ഇതുപോലെ ഈ ഷേപ്പിൽ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ മാവെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഫോർക്ക് കൊണ്ട് ഇതൊന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പായി കിട്ടും, കുറച്ചുകൂടി പരന്ന് കിട്ടും. ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിത് 2 സൈഡും ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് അങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ടയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നവ ഓരോന്നും ഈ മുട്ടയിൽ ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നല്ലവണ്ണം ചൂടായിട്ട് വരണം. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഒന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡും ചിക്കനും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. ബ്രെഡ് ചിക്കൻ കട്ട്ലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാട് സമയവും ഒരുപാട് പണിയും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.